നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 കൈകേയിക്ക് സ്വന്തം മകനായിരുന്നു ശ്രീരാമൻ. ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാൻ പോകുന്നുവെന്ന് ദാസിയായ മന്ദര അറിയിച്ചപ്പോൾ അതിരറ്റ സന്തോഷം കൊണ്ട് കൈകേയി താൻ അണിഞ്ഞിരുന്ന അമൂല്യമായ രത്നഹാരം മന്ദരയ്ക്ക് സമ്മാനമായി നൽകി. എന്നാൽ സന്തോഷിക്കുന്നതിന് പകരം മന്ദര കുപിതയായി കൈകേയിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ശ്രീരാമൻ രാജാവായാൽ നിനക്കും മക്കൾക്കും കൊട്ടാരത്തിൽ ഒരു വിലയും ഉണ്ടാകില്ല. സകല സൗഭാഗ്യങ്ങളുമായി കൗസല്യ വാഴുന്നത് നോക്കി നിൽക്കേണ്ടി വരുമെന്നെല്ലാം മന്ദര പറഞ്ഞുകൊണ്ടിരുന്നു. മന്ദരയുടെ വാക്കുകളെ വെറുപ്പോടെ അവഗണിച്ച കൈകേയി എൻ്റെ രാമനെക്കുറിച്ചാണോ ഈ ദുഷ്ടത്തരമെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് ദാസിയുടെ വാക്കുകളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ മന്ദരയുടെ ആവർത്തിച്ചുള്ള വിഷവാക്കുകൾ കൈകേയിയുടെ ശുദ്ധ മനസ്സിനെയും മാറ്റി. അതോടെ സന്തോഷം നിറഞ്ഞ കൊട്ടാരത്തിൽ അശാന്തിയായി. ഹൃദയം പൊട്ടി ദശരഥൻ മരിച്ചു. ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും വനവാസമായി. ഭരതൻ പോലും പെറ്റമ്മയായ കൈകേയിയെ വെറുത്തു. അത്രയ്ക്ക് ശക്തിയാണ് പരദൂഷണത്തിന്. ശുദ്ധ മനസ്സുകളെ പോലും പാപം വിളയുന്ന ഭൂമിയാക്കും. പരദൂഷണത്തിന് ചെവി കൊടുക്കുമ്പോഴുണ്ടാകുന്ന അപകടമാണ് മന്ദര എന്ന പാഠം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് മാർഗദീപമാകുന്ന ഒരു ഗുരുവചനം കേൾക്കാം. അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും. ലളിത ജീവിതം നയിക്കുക, തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ശേഷിക്കുന്നത് ചെയ്യുക. അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ഉള്ളിലെപ്പോഴും ശാന്തിയും സംതൃപ്തിയും നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതശ്ചാദനം വാചാ ശംഖമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാംഭവത് ഭാവനാപര്യംഗേ വിനിവേശ്യ ഭക്തി ജനനി ഭക്താർഭകം രക്ഷതി. ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതശ്ചാദനം വാചാ ശംഖമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാംഭവത് ഭാവനാപര്യംഗേ വിനിവേശ്യ ഭക്തി
भक्तिजननी भक्तार्भकं रक्षति സന്ധ്യാദീപം അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 62-ാം ശ്ലോകത്തിൽ ഭക്തിയെ അമ്മയായി സങ്കല്പിച്ചിരിക്കുന്നു. അമ്മ കുഞ്ഞിനെ രക്ഷിക്കുന്നത് പോലെ ഭക്തനാകുന്ന ബാലനെ അമ്മയായ ഭക്തി സദാ രക്ഷിക്കുന്നു. ഭഗവാനെക്കുറിച്ചുള്ള ഭാവനയാകുന്ന കട്ടിലിൽ ബാലനാകുന്ന ഭക്തനെ കിടത്തി രക്ഷിക്കുന്നു എന്ന് വർണ്ണിക്കുന്ന അത്യന്തം ഭക്തി നിർഭരമായ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 61 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒടുവിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ചേതോവൃത്തികൾ പൂർണ്ണമായും ഭഗവത്പാദത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ്, സ്ഥിതിയാണ് ഭക്തി എന്ന്. തുടർന്ന് പറയുകയാണ്, ഈ ഭക്തി വാസ്തവത്തിൽ അമ്മയെപ്പോലെ അഥവാ അമ്മയായി നമ്മെ പരിരക്ഷിക്കുന്നതാണ്. എങ്ങനെ നോക്കൂ. ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതച്ഛാദനം വാചാശംഖമുഖേ സ്ഥിതൈ ജഠരാപൂർത്തിം ചരിത്രാമൃതൈ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാം ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനീ ഭക്താർഭകം രക്ഷതേ. ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതച്ഛാദനം വാചാ ശംഖമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാം ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനീ ഭക്താർഭകം രക്ഷതേ. അപ്പോൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ എന്താണ് ഭക്തി എന്ന് പറയുക ചെയ്തത്? ചേതോവൃത്തി പശുപതിയുടെ പാദാരവിന്ദങ്ങളിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറഞ്ഞു. ഭഗവത്പാദത്തിൽ നമ്മുടെ ചിത്തവൃത്തികളെല്ലാം ഉറച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് ഭക്തി. ഈ ഭക്തിയെ ഇവിടെ അമ്മയായിട്ട് പറഞ്ഞു. ഭക്തി അമ്മയാണ്. ഭക്തി ജനനി, ഭക്തിയാകുന്ന ജനനി എന്തു ചെയ്യുന്നു? ഭക്താർഭകം രക്ഷതി. ഭക്തനാകുന്ന ബാലനെ, കുട്ടിയെ രക്ഷിക്കുന്നു. അപ്പോൾ ഭക്തനെ കുട്ടിയായിട്ടും ഭക്തിയെ അമ്മയായിട്ടും കൽപ്പിച്ചിരിക്കുകയാണ്. അമ്മ എപ്പോഴും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്ന വിഷയത്തിൽ സദാ ദത്തശ്രദ്ധയാണ് അമ്മ. അതുപോലെ ഭക്തിയാകുന്ന അമ്മ സദാ കുഞ്ഞിനെ രക്ഷിക്കുന്നു. ഭക്തനാകുന്ന കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കുന്നു? ഭവദ്ഭാവനാപര്യങ്കേ വിനിവേശ്യ. ഭവദ്ഭാവനാപര്യങ്കേ വിനിവേശ്യ. ഭവാന്റെ ഭാവനയാകുന്ന പര്യങ്കത്തിൽ, കട്ടിലിൽ കിടത്തിയിട്ട്. ആനന്ദാശ്രുഭിഹി പുളകം ആതനോതി. ആനന്ദാശ്രുക്കളെ കൊണ്ട് രോമാഞ്ചത്തെ വികസിപ്പിക്കുന്നു, വ്യാപിപ്പിക്കുന്നു. നൈർമല്യതഃ ഛാദനം. നിർമ്മല ഭാവം കൊണ്ട് പുതപ്പിക്കുന്നു. ശംഖമുഖേ സ്ഥിതൈഹി ജഠരാപൂർത്തിം ചരിത്രാമൃതൈഹി. ചരിത്രാമൃതൈഹി ഭഗവത് ചരിത്രങ്ങൾ ആകുന്ന അമൃതങ്ങളെ കൊണ്ട്, അതാണ് വാക്ക്. അത്തരം വാക്കുകൊണ്ട്, ആ വാക്ക് എവിടെയുള്ളതാ? വാക്കാകുന്ന ശംഖമുഖേ, ശംഖത്തിൻ്റെ മുഖത്തിൽ സ്ഥിതൈഹി നിലകൊള്ളുന്നതായ ഭഗവത് ചരിതങ്ങളെ കൊണ്ട് എന്തു ചെയ്യുന്നു? ജഠരാപൂർത്തി, വയറ് നിറപ്പിക്കുന്നു. ജഠരത്തിന്, വയറിന് പൂർത്തീകരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിവേദ്യം സമർപ്പിക്കുന്നു, ഭക്ഷിപ്പിക്കുന്നു.
രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാം. ഹേ ദേവ, രുദ്രാക്ഷത്തെക്കൊണ്ടും ഭസ്മത്തെക്കൊണ്ടും വപുസിൻ്റെ ശരീരത്തിൻ്റെ രക്ഷയെ ചെയ്യുന്നു. ഇങ്ങനെ ഭക്തിജനനി, ഭക്തിയാകുന്ന അമ്മ, ഭക്താർഭകം, ഭക്തനാകുന്ന കുഞ്ഞിനെ രക്ഷതി. ഇതാണ് സാമാന്യമായ അർത്ഥം. നോക്കൂ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭക്തിയാകുന്ന അമ്മ ഭക്തനാകുന്ന കുഞ്ഞിനെ രക്ഷിക്കുന്നത്? ഭവത് ഭാവനാപര്യങ്കേ വിനിവേശ്യോ, ഭവാന്റെ ഭാവനയാകുന്ന കട്ടിലിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ കിടത്തുകയാണ്. അപ്പോൾ അമ്മ കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥാനത്ത് കിടത്തുന്നു, കട്ടിലിൽ. ഇവിടെ കട്ടിൽ എന്താണ്? ഭവത് ഭാവനയാണ് പര്യങ്കം, ഭവാനെക്കുറിച്ചുള്ള ഭാവന, ഈശ്വരനെക്കുറിച്ചുള്ള വിചാരം. നിരന്തരമായ ഭാവന ഉള്ളിലുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രവണവും കീർത്തനവും എല്ലാം ഉണ്ടാവണം. ശ്രവണവും കീർത്തനവും ഭഗവത് ചരിതങ്ങളെയും ഭഗവത് നാമങ്ങളെയും കേൾക്കുകയും പറയുകയും ചെയ്യുക. അതിനനുസരിച്ച് മനസ്സിൽ ഭഗവത് തത്വത്തെ വിചാരം ചെയ്യുക, ഭഗവത് രൂപത്തെ ഭഗവത് നാമത്തെ ഭാവന ചെയ്യുക. അങ്ങനെ നമ്മൾ ഈശ്വരീയമായ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സദാ ഭഗവത് ഭാവന ഉള്ളിൽ പ്രതിഷ്ഠിതവും. ഇപ്പോൾ ഭഗവാൻ ഉള്ളിൽ പ്രതിഷ്ഠിതനായി, മറ്റ് ചിന്തകളെല്ലാം അടങ്ങി, അഥവാ മറ്റെല്ലാ ചിന്തകളും ഈശ്വരോന്മുഖമായി തീർന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അങ്ങനെ ഈശ്വരധ്യാനത്തിൽ, ഈശ്വര വിചാരത്തിൽ ഉറച്ചു. ഇതിനെ ഇവിടെ കട്ടിലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഭവദ്ഭാവനാപര്യങ്കം. ആ പര്യങ്കത്തിൽ വിനിവേശ്യ, കിടത്തിയിട്ട് ഭക്തിജനനി, ഭക്തിയാകുന്ന അമ്മ, ഭക്താർഭകം, ഭക്തനാകുന്ന പുത്രനെ, കുഞ്ഞിനെ രക്ഷതി, രക്ഷിക്കുന്നു. എങ്ങനെയൊക്കെ മറ്റ് വിശേഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത പ്രാവശ്യമാവട്ടെ. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ അനുഷ്ഠാനങ്ങളും പ്രതിഷ്ഠാ മഹാത്മ്യത്തെയും കുറിച്ചറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വിശ്വാസവും പുരാവൃത്തവും ഇഴചേർന്ന് നിൽക്കുന്ന ഭക്തി സൗന്ദര്യത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാണരുളുന്നു. തേവാരപ്രിയനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുരൂപം കാണാൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ തേവലക്കര പഞ്ചായത്തിലാണ് തെക്കൻ ഗുരുവായൂർ എന്ന പേരിൽ പ്രശസ്തമായ തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
പ്രശാന്തസുന്ദരമായ തേവലക്കര ഗ്രാമത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ദേവലോകക്കര എന്നായിരുന്നുവത്രേ തേവലക്കര പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ദേവന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ദേവലോകക്കര എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. ദേവലോകത്തിന്റെ കരയായ സ്ഥലത്ത് നീരാട്ടിനെത്തിച്ചേരുന്ന ദേവന്മാർ അവരെ സ്തുതിക്കാനായി ദേവലന്മാർ എന്നറിയപ്പെടുന്ന ഒരു സംഘത്തെ നിയോഗിച്ചുവെന്നാണ് ഐതിഹ്യം. പ്രതികാരത്തിന്റെയും അധിനിവേശത്തിന്റെയും ഒരു ചരിത്രവും തേവലക്കരയ്ക്കുണ്ട്. തേവലക്കരയിലെ മതിലകത്ത് വീട്ടിൽ ഒരു നായർ യുവാവ് തേവലക്കര ദേവീക്ഷേത്രാധികാരിയായ ഒരു ബ്രാഹ്മണനുമായി കലഹിക്കുകയും അതിന്റെ ഫലമായി നായർ യുവാവ് നാടുകടത്തപ്പെടുകയും ചെയ്തു. നാടുകടത്തപ്പെട്ട നായർ യുവാവ് എത്തിച്ചേർന്നത് പോർച്ചുഗീസുകാരുടെ സൈനിക കേന്ദ്രത്തിലായിരുന്നുവത്രേ. ആ നായർ യുവാവിനെ പോർച്ചുഗീസുകാർ അവരുടെ സൈന്യത്തിൽ ചേർക്കുകയും സാം ആന്റണിയോ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പോർച്ചുഗീസ് സൈന്യത്തിൽ അംഗമായി മാറിയ നായർ യുവാവ് സൈനിക മേധാവിയുമായി ചേർന്ന് തേവലക്കരയിലെത്തുകയും ദേവീക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നാടുകടത്തിയതിനുള്ള പ്രതികാരമെന്നോണം ദേവീക്ഷേത്രത്തിലെ പുരോഹിതനെ ഇയാൾ വധിക്കുകയായിരുന്നു. 1543 ഏപ്രിൽ മാസത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം പോർച്ചുഗീസുകാർ ആക്രമിക്കുന്നത്. പിന്നീട് പ്രായശ്ചിത്തമെന്നോണം അവർ പണിയിച്ച ബലിക്കല്ലും അതിലെ അപൂർവ ലിപികളും ഇന്നും അത്ഭുതമായി നിലകൊള്ളുന്നു. 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവങ്ങൾ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേവീക്ഷേത്രം ആക്രമിച്ച ശേഷം തെക്കൻ ഗുരുവായൂരിലേക്ക് പോയ പോർച്ചുഗീസുകാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വനനിബിഡതയുടെ ഭീകരത അവരെ ഭയപ്പെടുത്തുകയും ഏതോ ശക്തിയുടെ ഉൾപ്രേരണയാൽ തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വില്വമംഗലം സ്വാമിയാരുടെ വരവോടെയാണ് തെക്കൻ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ചൈതന്യം വെളിവാക്കപ്പെട്ടതെന്ന് പഴമക്കാർ പറയുന്നു. തേവലക്കരയിലെത്തിയ വില്ലുമംഗലം സ്വാമികൾ ഒരു ബാലനുമായി സംവാദത്തിൽ ഏർപ്പെട്ടെന്നും ബാലന്റെ തത്സ്വരൂപം മനസ്സിൽ ദർശിച്ച സ്വാമിയാർ അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തിയെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് തോട്ടത്തിൽ കുളങ്ങര എന്ന പേര് ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം പുനഃപ്രതിഷ്ഠാവേളയിൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം പുതുമന നമ്പൂതിരി തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷേത്രം തെക്കൻ ഗുരുവായൂരായി പരിണമിച്ചുവെന്നാണ് വിശ്വാസം. സംഗീത പാഠങ്ങൾക്കും സർഗരചനാ വൈഭവങ്ങൾക്കും ആദ്യാക്ഷരം കുറിക്കാനും ആശീർവാദം നേടാനും നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നു. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്കുള്ള ഒരു വിശ്വാസ ചികിത്സാലയം കൂടിയാണ് തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തേവലക്കര ക്ഷേത്രം. തെക്കൻ ഗുരുവായൂരപ്പന് മുന്നിൽ സന്താനഗോപാലം കഥകളിയാടിയും സന്താനഗോപാല ഹവനപൂജ നടത്തിയും സന്താന സൗഭാഗ്യം നേടാമെന്ന് അനുഭവത്തിന്റെ വഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഭക്തർ ഉണ്ണിക്കണ്ണനായും കുസൃതിക്കാരനായ കൃഷ്ണനായും ഗോപികാകൃഷ്ണനായും സങ്കല്പിച്ച് ഇവിടെ വിശ്വാസം നിവേദിക്കുന്നു.
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സർവ്വ ഐശ്വര്യ പൂജ പ്രശസ്തമാണ്. ഉത്സവങ്ങളുടെ ക്ഷേത്രമെന്നും തേവലക്കര ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. അഷ്ടമി രോഹിണി ഉത്സവം, നവരാത്രി ഉത്സവം എന്നിവ ഭക്തിനിർഭരവും ആഘോഷപൂർണവുമാണ്. കുംഭത്തിലെ തിരുവോണ നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. ഇല്ലത്തിനാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. മഹാഗണപതിയും പരമശിവനുമാണ് പ്രധാന ഉപദേവതമാർ. ധർമ്മശാസ്താവ്, മാടൻ തമ്പുരാൻ, ദുർഗാദേവി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ് എന്നീ ഉപദേവതമാരും ഇവിടെ കുടികൊള്ളുന്നു. ശ്രീകൃഷ്ണ സങ്കല്പത്തിന്റെ മഹനീയതയിലാണ് തേവലക്കര ഗ്രാമം നിർവൃതി കൊള്ളുന്നത്. ശരണം പ്രാപിക്കുന്നവർക്ക് അരനേരം പോലും കളയാതെ ആശ്രയം നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സമസ്ത ചൈതന്യത്തോടെയും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുകയാണ്.